ഹലോ ഗൈസ്, അപ്പൊ തുടങ്ങാം. ദിസ് ഈസ് ബുഗ് ചാനൽ. അപ്പൊ ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്ക്, കമന്റ് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്, ഹൈപ്പ് ചെയ്തേക്ക്. 2004 റിലീസ് ചെയ്ത മമ്മൂക്ക ചിത്രമാണ് ബ്ലാക്ക്. അതിൽ ഐക്കോണിക് റോളാണ് കാരിക്കാമുറി ഷൺമുഖൻ. ആ ഒരു ഐക്കോണിക് റോള് വീണ്ടും വരാൻ പോവുകയാണ്. ഏത് ചിത്രത്തിലാണ്? 2026 സെപ്റ്റംബർ 4 റിലീസ് ചെയ്യാനൊരുങ്ങുന്ന രഞ്ജിത്ത് ചിത്രമായ ലോ ആൻഡ് ഓർഡർ. പ്രകാശ് വർമ്മ, അഭിരാമി എന്നിവരാണ് പ്രധാന വേഷത്തിൽ ആ സിനിമയിൽ എത്തുന്നത്. അപ്പൊ നേരത്തെ തന്നെ റൂമേഴ്സും ഗോസിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. മമ്മൂക്ക ഏതാണ്ട് 15 മിനിറ്റോളം വരുന്ന സീനുകളിൽ ആ ക്യാമിയോ അപ്പിയറൻസ് ആയിട്ട് ഈ ലോ ആൻഡ് ഓർഡർ സിനിമയിൽ വരുന്നുണ്ട്. ലോ ആൻഡ് ഓർഡർ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയിലാണ് വരുന്നെന്നാണ് പറയുന്നത്. ഇതിന്റെ ടീസർ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2004 ഇറങ്ങിയ ടീസർ പോലെയാണ് ആ ടീസറിന്റെ കട്ട്സും എഡിറ്റ്സും ഈവൻ ഡയലോഗ്സും ഫീൽ ചെയ്തിട്ടുള്ളായിരുന്നു. പ്രകാശ് വർമ്മ പറയുന്ന ഡയലോഗുകൾ കേട്ടാൽ തന്നെ ചിരി വരും. അദ്ദേഹം രഞ്ജിത്ത് എന്താണ് എഴുതുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നോവലാണ്. ചോര കൊണ്ട് എഴുതിയവർക്ക് ചോര കൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് ചോവയും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അട്ടർ ഫ്ലോപ്പ് ആയ ഒരു ടീസറാണ് ഇന്ന് അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മമ്മൂക്ക വരുന്ന ഒരു സീനുണ്ട്. അതിൽ മമ്മൂക്കയുടെ മുഖം അതിൽ കാണിക്കുന്നില്ല. മമ്മൂക്ക ഒരു തോക്കും കൊണ്ട് കറുത്ത മുണ്ടും കറുത്ത ഷർട്ടും ഇട്ട് നടക്കുന്ന ആ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബീജിയം വരുന്നുണ്ട്. ഹാൻസ് സിമ്മർ പോലും തോറ്റു പോകുന്ന രീതിയിലുള്ള ഒരു ബീജിയം ആണ്. സത്യം പറഞ്ഞാൽ അത് ആരാണ് ചെയ്തെന്ന് പോലും ഒരു പിടിയും കിട്ടുന്നില്ല. ലോ ആൻഡ് ഓർഡർ, ലോ ആൻഡ് ഓർഡർ, ഇങ്ങനെ എന്താ ഇംഗ്ലീഷ് ബിജിഎമ്മിലൊക്കെ ആയിട്ട് വരുന്ന ഒരു സീറ്റിൽ ആ ഒരു സെറ്റ് പീസ് വരുമ്പം മമ്മൂക്ക നടന്നു പോകുന്നുണ്ട്. അതൊന്നും എല്ലാവർക്കും വേണ്ട ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബട്ട് അപ്പാടെ ഫ്ലോപ്പാ എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞാല് ഇവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് 80s വാട്സപ്പ് ഗ്രൂപ്പ്. ഇതിൽ രഞ്ജിത്ത് ഒരു മെസ്സേജ് ഇടും. ആ മമ്മുവേ, നമുക്കൊരു പടം ചെയ്യണ്ടേടാ. നമുക്ക് ഐക്കോണിക് റോളായ കരിക്കാമുറി ഷൺമുഖൻ ബ്ലാക്കിനെ എടുത്തൊന്ന് ക്യാമിയോ കൊടുത്താലോ, ഒന്ന് രോമാഞ്ചം കൊള്ളിക്കാം. അപ്പൊ മമ്മൂക്ക പറയും, പിന്നെന്താ രഞ്ജിത്തെ ചെയ്യാന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു സെറ്റപ്പ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് മമ്മൂക്കയുടെ പറയാനുള്ളത്, അങ്ങനെ ഒരു വാട്സപ്പ് ചാറ്റോ ഗ്രൂപ്പോ ഉണ്ടെങ്കിൽ ദയവേത് അതൊന്നൊന്ന് ഡിലീറ്റ് ആയോ അല്ലെങ്കിൽ അതൊന്ന് ലെഫ്റ്റ് ആയോ പോകണം. അല്ലാത്ത പക്ഷം പല ഐക്കോണിക് റോളുകളും ഇതുപോലെ കളയേണ്ട അവസ്ഥ വരുമെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്നും മറക്കാതെ കമന്റ് ചെയ്തേക്ക്. സത്യം പറഞ്ഞാലും ആ ഒരു റോളില് വീണ്ടും വന്ന് അപ്പിയറൻസ് കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇപ്പൊ അതിനൊരു വാല്യൂവും ഇല്ല. ആ ഒരു ഐക്കോണിക് റോള് അങ്ങനെ തന്നെ ഇരുന്നാലേ അതിന്റെ ഒരു മജ ക്രിയേറ്റ് ആവും. അല്ലാത്ത പക്ഷം വീണ്ടും വന്ന് അതിനെ വന്ന് ചളിപ്പിക്കുക, ആ സീനെ കൊണ്ടുവന്ന് ആളെ കയറ്റിപ്പിക്കുക എന്നുള്ള ഒരു മൂഡുണ്ടല്ലോ. അതായത് ഷൺമുഖനെ കൊണ്ടുവരാ, അപ്പോഴേക്ക് ആൾക്കാർ ഇടിച്ചു കയറും. ആ സെറ്റപ്പ് എല്ലാം സത്യം പറഞ്ഞാൽ തീർന്നു. അതൊക്കെ മാറിക്കഴിഞ്ഞു. ഇങ്ങനെ ഒരു സിനിമയിൽ സത്യം പറഞ്ഞാൽ മമ്മൂക്കയെ കൊണ്ടുവന്നു അല്ലെങ്കിൽ ആ ഒരു ക്യാമിയോ അപ്പിയറൻസ് വരണമെന്ന് നിർബന്ധിച്ചതിന്റെ കാരണമേ ആളുകളെ എങ്ങനെയെങ്കിലും ഈ പടത്തിൽ കൊണ്ടുവരാമെന്ന് തന്നെയാണ്. പ്രകാശ് വർമ്മ എന്ന് നിങ്ങൾക്കറിയാം, ലാലേട്ടന്റെ തുടരുമെന്ന സിനിമയിലെ വില്ലനാണ്. ആ വില്ലനെ ഈ പടത്തോടെ ഡമ്മി ആവുമെന്ന് ഈ ട്രെയിലറിൽ, ഈ ഒരു ടീസറിൽ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം കണ്ണാടി വെക്കുന്ന ഒരു സീനുണ്ട്. അത് ആരാ എഡിറ്റ് ചെയ്തത്? ഇനി ചമൻ ചാക്കോക്കൊന്നും പറ്റൂലെന്ന് തോന്നുന്നത്. ഇനിയും ഈ സിനിമയുടെ ലോ ആൻഡ് ഓർഡർ രഞ്ജിത്ത് ഇപ്പൊ പുതുതായിട്ട് സംവിധാനം ചെയ്ത ഈ സിനിമയുടെ എഡിറ്റർ ആയിരിക്കും ഇനി മലയാള സിനിമ ഭരിക്കാൻ പോകുന്നത്. അവർ കണ്ണാടി വെച്ച് പ്രകാശ് വർമ്മ ഇങ്ങനെ വയ്ക്കുന്ന ഒരു സീനുണ്ട്. ആരടാ അത് എഡിറ്റ് ചെയ്തത്? അത് സത്യം പറഞ്ഞാലും കണ്ണൂർ സ്കോഡ് 3GP എന്നേ പറയാം. 3GP അല്ലല്ലോ, 144p. അങ്ങനെയാണെങ്കിൽ അതൊന്നും ഏറ്റവും കുറവ് ഏതുണ്ടോ അത് വേണമെങ്കിലും പറയാം. അങ്ങനത്തെ ഒരു സാധനമാണ് അതിൽ കാണുന്നത്. കണ്ണൂർ സ്കോഡ്, അതായത് ടീച്ചറിന്റെ തുടക്കത്തിൽ തന്നെ അവർ പറയുന്നത് എന്താന്ന് വെച്ചാല് 5 പേരുടെ പേര് പറയും. ഒരു പോലീസ് ഓഫീസർ ഇങ്ങനെ 5 പേര് ഒരു ടീമായിട്ട് പല ഗ്യാങ്ങിലെ ഗുണ്ടകളെയും പിടിക്കാൻ നടക്കുന്നതായിട്ടാണ് ഇതിൽ വരുന്നത്. അതിലൊരു വില്ലനെയും കാണിക്കുന്നുണ്ട്. വില്ലനെ ഇടിച്ച് ഒരു പെണ്ണിനെ ഇടിച്ച് രക്തമൊക്കെ വരുത്തുന്ന സീനൊക്കെ ഉണ്ട്. മാരകമൊക്കെ കാണിക്കാനുള്ള ഇതിലാണ്. പക്ക കോമഡി ആയിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഈ ഒരു സീനിന് വേണ്ടിയിട്ട് ആൾക്കാരെ കയറ്റാമെന്നുള്ളതാണ് വിചാരിക്കുന്നതെങ്കിൽ അത് ഇനിയും അങ്ങനെ ഒന്നും നടക്കാനൊന്നും സാധ്യമൊന്നും ഇല്ല. കാരണം എന്തുകൊണ്ടാണ് വെറുതെ ഈ ഒരു സിനിമയിൽ ആ ഒരു സെറ്റ് പീസ് അല്ലെങ്കിൽ ആ ഒരു ക്യാമിയോ അപ്പിയറൻസിന് ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. പടത്തിൽ ആളെ കയറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മമ്മൂക്കയെ ഒന്ന് തൂക്കി നിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ
രഞ്ജിത്ത് ഇറക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം രഞ്ജിത്ത് ഇപ്പോൾ ഒരു നല്ല സിനിമകളും രഞ്ജിത്ത് നല്ലൊരു ഡയറക്ടർ തന്നെയാണ്. ലാലേട്ടൻ തന്നെ രാവണ പ്രഭു, സ്പിരിറ്റ്, മമ്മൂക്കയുടെ തന്നെ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ്, പിന്നെ പാലേരി മാണിക്യം എല്ലാം ചെയ്ത പൃഥ്വിരാജിന്റെ ഇന്ത്യൻ റുപ്പിയൊക്കെ ചെയ്ത നല്ലൊരു ഡയറക്ടർ തന്നെയാണ്. ബട്ട് പുള്ളിയുടെ ഇപ്പോഴത്തെ ഫേസ് എന്ന് പറയുന്നത് ഭയങ്കര വീക്കാണ്. അത് ഈ ടീസറിൽ തന്നെ കാണുന്നുണ്ട്. കൺഫേം ഫ്ലോപ്പ് തന്നെയാണ് പടം. ഇത് നമുക്കൊരു അസംഷനാണ്, ഇങ്ങനെയാണല്ലോ കാണുമ്പോ തന്നെ അറിയാം ഒന്നുമില്ലെന്ന്. ഇതില് സത്യം പറഞ്ഞാൽ വീണ്ടും ഇപ്പോ ചത്താപ്പച്ച സിനിമയിൽ മമ്മൂക്കയെ കൊണ്ടുവന്ന് ഒരു ക്യാമിയോയിൽ വന്ന് ട്രോളനാക്കി ചുമ്മാ വെറുതെ മുഷിപ്പിച്ചതുപോലെ ആയിരിക്കും ഈ ഒരു ഐക്കോണിക് റോളിനെ കൊണ്ട് കളയാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഒരാവശ്യവും ഇല്ലാതെ കൊണ്ടുവരികയാണ്. ഇതിൽ വേണം ഈ സിനിമയുടെ റൈറ്റർ ഉദയകൃഷ്ണനാണ്. പുള്ളിക്കാരൻ പുലിമുരുകൻ അല്ല പിന്നെ ഡുവോ ആയിട്ടും വേറെ നല്ലൊരു സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് ആയിട്ട് ഉദയകൃഷ്ണ റൈറ്റ് ചെയ്ത സിനിമകളൊക്കെ പറയുന്നത് ലാലേട്ടന്റെ തന്റെ ആറാട്ട്, മോൺസ്റ്റർ, പിന്നെ മമ്മൂക്കയുടെ തന്നെ മാസ്റ്റർ പീസ്, പിന്നെ അവസാനമായിട്ട് ഒരു ക്രിസ്റ്റഫർ എന്നൊരു സിനിമ വന്നു, ദിലീപിന്റെ ബാന്ദ്ര, പിന്നെ മമ്മൂക്കയുടെ തന്നെ മധുരരാജ്. ഇതൊക്കെയാണ് ലാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഉദയകൃഷ്ണയുടെ റൈറ്റിംഗിലേക്ക് വന്നത്. അതിലേക്ക് വരുന്ന ലോ ആൻഡ് ഓർഡർ സിനിമയാണ് ഇതും. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എന്താണ് അല്ലെങ്കിൽ റൈറ്റിംഗ് എന്താണെന്ന് ഊഹിക്കാതെ തന്നെ അറിയാം. പക്ക അപരാധം വരാതാൻ തന്നെയാണ് ചാൻസ് ഒക്കെ വരുന്നത്, അതിൽ സംശയമൊന്നുമില്ല. ഇതില് ഈ പടത്തിന് ഹൈപ്പ് കയറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പടത്തിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ പടത്തിലേക്ക് മമ്മൂക്കയെ നമ്മൾ ഇറക്കുകയാണ്. മലയാള സിനിമയിൽ ഇപ്പൊ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, രണ്ട് സൂപ്പർ സ്റ്റാർസിനെ, രണ്ട് ബിഗ് അമ്മസിനെ, മമ്മൂക്ക, ലാലേട്ടൻ രണ്ടുപേരെയും ഒരു സിനിമയിലേക്ക് കൊണ്ടുവരിക, അവരൊരു ക്യാമിയോ ഉണ്ടെന്ന് അറിയിക്കുക, അങ്ങനെ ആളെ കൂട്ടുക, അങ്ങനെ അവരെയും വെറുതെ ഇല്ലാതാക്കുക. അതാണ് ഇപ്പൊ നടക്കുന്നത്. അത് ഈവൻ നിങ്ങൾ ഇപ്പൊ ലാസ്റ്റ് വിസ്മയ മോഹൻലാലിന്റെ തുടക്കം എന്ന സിനിമയിൽ ലാലേട്ടൻ അവസാനമായിട്ട് വരുന്നു. ഒരാവശ്യവുമില്ല ലാലേട്ടൻ ഇതിൽ വരേണ്ട ഒരാവശ്യവുമില്ല, ലാലേട്ടൻ ആ ക്യാരക്ടർ കൊടുക്കേണ്ട ആവശ്യവുമില്ല. ചുമ്മാ കൊണ്ടുവരികയാണ്, വെറുതെ ക്യാമിയോയിൽ കൊണ്ടുവന്ന് വെറുതെ തൂക്കി നിർത്തിയിട്ട് വെറുതെ ഉള്ള ട്രോളുകളും കാര്യം. പിന്നെ ഇപ്പൊ പറയും അവര് വന്ന എന്താണ് കുഴപ്പമെന്ന്. പടത്തിന്റെ ഒരു ഓളത്തിൽ പോവാണ്, അവരവിടെ വന്നില്ലെങ്കിൽ അതിന്റെ ഒരു വിഷയമൊന്നുമില്ല. ചുമ്മാ അവരെ കയറ്റി അവരുണ്ടെന്ന് അറിയിച്ച ഒരാളെ കയറ്റാനുള്ള പ്രൊമോഷൻ സ്ട്രാറ്റജി തന്നെയാണ് ഇവരുടെ ഈ ക്യാമിയോ അപ്പിയറൻസ് പരിപാടി. അത് മലയാള സിനിമയിൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം തന്നെയാണ്. ഇപ്പൊ തന്നെ ലാലേട്ടൻ ബബ്ബബ്ബായില്, ദിലീപിന്റെ ബബ്ബബ്ബായില് വന്നത്, അങ്ങനെ വന്നിട്ടുണ്ട്. ഇതാ ഖലീഫയില്, പൃഥ്വിരാജിന്റെ ഖലീഫയില് ലാലേട്ടൻ വരുന്നത്. ഇതുപോലെ പല സിനിമകളിൽ ഇവർ മാറി മാറി തന്നെ ഇതുപോലെ ക്യാമിയോ അപ്പിയറൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? സിനിമയുടെ പ്രൊമോഷൻ സ്ട്രാറ്റജി ബിസിനസ്സിനെ ബാധിക്കാതിരിക്കാൻ, ബിസിനസ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഡയറക്ടേഴ്സും റൈറ്റേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒരു ചെറിയൊരു പരിപാടി, ഇവരെ കൊണ്ടുവന്ന് പടത്തിന് ആളെ കയറ്റാം, അങ്ങനെയെങ്കിൽ ആള് വരട്ടെ എന്നുള്ള പരിപാടി. ഈ ലോ ആൻഡ് ഓർഡറിന്റെ ടീസർ കാണുമ്പോഴേ മനസ്സിലാവും പടത്തിൽ ഒന്നുമില്ല. ഈ വന്ന പാടെ പ്രകാശ് വർമ്മ എന്തിനാണ് വന്നൊന്നും ഒരു പിടിയില്ല. പുള്ളിയാണെങ്കിൽ ജിമ്മിൽ നിന്ന് ഇറങ്ങിയതുപോലെയാണ്, ഫുൾ ടൈം നെഞ്ചും ഇങ്ങനെ വിരിച്ചു വെച്ചിട്ടാണ് നടക്കുന്ന പടത്തിൽ. കറക്റ്റ് കണ്ണൂർ സ്ക്വാഡിന്റെ 144 ആണ്. ഒരു ഇതും ഇല്ലാതെ ഒരു നടുക്കുന്ന പോകുന്നതാണ് പ്രകാശ് വർമ്മ കണ്ണൂർ സ്ക്വാഡിലെ മമ്മൂക്ക ആയിട്ട് വരുന്നത്. പിന്നെ വരുന്ന ബാക്കി 3-4 പേര് കൂടെ വരുന്ന പോലീസ് ഓഫീസേഴ്സ്. പിടിക്കണം, എല്ലാവരെയും ചോര കൊണ്ട് ഒതുക്കണം, എല്ലാവരെയും പിടിക്കണം, എല്ലാവരും നമ്മൾ ഇടിച്ചു തകർത്തും. പോലീസാണല്ലോ. അങ്ങനെ ഒരു സെറ്റപ്പിൽ വരുന്ന ലോ ആൻഡ് ഓർഡർ ടീസർ ഇത് റിലീസ് ചെയ്ത് രഞ്ജിത്ത്. എന്തിനാണ് രഞ്ജിത്ത് ഈ പടം എടുക്കണമെന്നും ഒരു പിടിയില്ല. ഇതിൽ അഭിനയിച്ചവർക്കും എന്തിനാണ് അഭിനയിച്ചെന്നും ഒരു പിടിയില്ല. ചിലപ്പോൾ പഴയ നല്ല ഡയറക്ടർ ആയതുകൊണ്ട് എല്ലാവരും സമ്മതിച്ചു കൊടുത്താണെന്നും പിടിയില്ല. ചിലപ്പോൾ ഇവർക്ക് വേറെ പടമൊന്നും ഇല്ലാത്തതുകൊണ്ടും സമ്മതിച്ചു കൊടുത്താണെന്നും പിടിയില്ല. ഒരാവശ്യവും ഇല്ലാത്തൊരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സിനിമ ഇറക്കാം, ഒരു കുഴപ്പമൊന്നുമില്ല. ബട്ട് ആ ഒരു ഐക്കോണിക് റോള് 2004 ബ്ലാക്ക് എന്ന സിനിമയിലേക്ക് ഹരിക്കാമറി ഷൺമുഖൻ എന്ന അപ്പാടെ ഉള്ള ഒരു ഐക്കോണിക് റോളിനെ വീണ്ടും ഒരു ക്യാമിയോ അപ്പിയറൻസ് ആയിട്ട് കൊണ്ടുവന്ന് തീർക്കാനുള്ള പ്ലാൻ തന്നെയാണ്. പേഴ്സണലി എനിക്ക് വിയോജിപ്പ് തന്നെയാണ്. സക്സസ് ആവുമെന്നും ഒരു പിടിയുമില്ല. അത് അട്ടർ ഫ്ലോപ്പ് അല്ലെങ്കിൽ ട്രോളുകളിലേക്ക് വരാനേ സാധ്യത കൂടുതലുണ്ടാവും. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഈ ബ്ലാക്കിലെ ആ കഥാപാത്രം ക്യാമിയോ അപ്പിയറൻസ് പടത്തിൽ കൊണ്ടുവന്ന ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിയുമോ? അതോ ഇപ്പൊ ചത്താപ്പച്ചേലി മമ്മൂക്ക വന്ന പോലെ ഉള്ള ട്രോളുകളും വാരി എല്ലാം പോവേണ്ടി വരുമോ എന്നുള്ളത് മറക്കാതെ കമന്റ് ചെയ്തേക്കുക ഗൈസ്. എന്തായാലും സെപ്റ്റംബർ 4, 2026 രഞ്ജിത്തിന്റെ ഈ ലോ ആൻഡ് ഓർഡർ റിലീസ് ചെയ്യുമ്പോ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന്റെ എഡിറ്റ്സും കട്ട്സ് ഒക്കെ കണ്ടപ്പോ എന്റെ പൊന്നോ, ബാക്കിൽ മറ്റേ ആകാശമൊക്കെ തിളങ്ങണ്. ആരടാ എഡിറ്റിംഗ് ചെയ്തത്? ഒരു പിടിയും ഇല്ല. സത്യം പറഞ്ഞാൽ ഈ ക്യാമിയോ അപ്പിയറൻസിന് ആവശ്യം ഉണ്ടോ?